ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് ഫുഡ് ബസാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുഴിയില്ലാതെ കുഴിമന്തി റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുമ്പ് ചെറിയൊരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അടുപ്പ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കാം. നമുക്കിതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തടുത്ത് അതിൽ പോകാം. നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കേണ്ട മസാലകൾ, ഇത് ചെറിയ ജീരകമാണ്. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലം, അതുപോലെ തന്നെ ഗരം മസാല പൊടിച്ചത്, അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഇത് മന്തി മസാലയാണ്. ഉപ്പ്. ഇത് നമുക്ക് ഓയിലിലേക്ക്, ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലം, ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കാം. ഗരം മസാല പൊടിച്ചത് അതും ചേർത്ത്. കുരുമുളക് പൊടി നമ്മൾ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മന്തി മസാല, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടുക, എന്നിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കഴുകി വെച്ചിട്ടില്ല, അതായത് നമ്മൾ പീസാക്കിയിട്ടില്ല. ഒരു വലിയ കോഴി 2 പീസാക്കി വെച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ടുള്ളൂ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾ ചിക്കൻ വേവുമ്പോഴത്തേക്ക് നമുക്ക് ഈ അരി ഒന്ന് കഴുകി കുതിർത്ത് വെക്കാം. 2 കിലോ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഇതൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെക്കാം. നമുക്കിത് കഴുകിയിട്ട് എടുത്ത് വെക്കാം. നന്നായിട്ടിത് കഴുകണം. കച്ചറ നന്നായിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് ഒരു 3-4 തവണ കഴുകിയിട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കാം. നമ്മളിത് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബാക്കിയുള്ള ഉള്ളി, തക്കാളിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് നോക്കാം. നേർങ്ങനെ എന്താ പറയുക, അരിഞ്ഞു വെക്കാം. തക്കാളി കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്യാം.
നമുക്ക് ഈ ചിക്കനെ ഒരു തളികയിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് റൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറൊരു പാത്രം വെച്ച് കൊടുക്കലാണ്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മന്തി മസാല ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി പട്ട, ഗ്രാമ്പു, ഏലം ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബസ്മതി രണ്ട് ഉണക്ക നാരങ്ങ നമുക്ക് ഇട്ടു. ഇത് വെന്തണം നോക്കാം. വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി വെക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് കുറച്ച് മുളക് പൊടി ഒന്ന് എടുക്കുക. ഒരു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കണം. കളറ് കുറച്ച് ചേർക്കാം. നമ്മൾ കളർ ചേർക്കാം. കളറ് ചേർക്കാം. ഒരു മന്തി മസാല ചേർക്കാം. ഈ ചിക്കനിൽ മസാല ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ചിക്കൻ പൊരിച്ചെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. കുറേ ഒന്നും നമ്മൾ വേവിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചോറിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം.
നമുക്ക് ചിക്കന് ഇതിലേക്ക് ഇനി വെക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പാത്രത്തിൽ, ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് കനലെടുത്തിട്ടിട്ട് അതിലേക്ക് നമുക്കിനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പുകഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പുക വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം. അടിപൊളി, കട്ട എന്താ പറയുക ടേസ്റ്റാണ് ഇതിനുള്ളത്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടിപൊളി നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.